ശംഷാബാദ് രൂപത വളരെ ചരിത്ര പ്രാധാന്യമേറിയ ഒരു നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്നത്തെ തിരുക്രമങ്ങൾക്ക് ഗാന ശുശ്രൂഷ അതിന് നേതൃത്വം നൽകുന്നത് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ രൂപതയിലെ യൂത്താണ്, യുവജന പ്രതിനിധികളാണ് ഇന്നത്തെ ഒരു ഗാന ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. അവരെ നയിക്കുന്ന ബഹുമാനപ്പെട്ട ജിയോമോനച്ചൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. പക്ഷേ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ? ഈ ചരിത്ര പ്രധാനമായ ഈ ശംഷാബാദ് രൂപതയുടെ ഒരു പ്രധാന കാര്യത്തിൽ ഈ യുവജനങ്ങളോട് ചേർന്ന് ഒരു ഗാനങ്ങൾ ഒരുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ഒരു ആഴ്ചകളുടെ പരിശീലനം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വൈദികർ പല രൂപതകളിൽ നിന്ന് വരുന്ന കാരണം, പല ദൂര പരിമിതികളുള്ളത് കാരണം തന്നെ യുവജനങ്ങൾ ഒന്നിച്ചു കൂടുകയും അവരെന്നെ തീരുമാനിച്ചു, അവർ തന്നെ പാട്ടുകൾ തിരഞ്ഞെടുത്തു. ഇതിൽ നമ്മൾ അവസാന ഗീതം പാടുന്നത് മാതാവിൻ്റെ ഗാനമാണ്. തെലുഗു ആണ് ആരംഭിക്കുന്നത്. അവസാനം ശംഷാബാദ് രൂപതയെക്കുറിച്ചുള്ള മലയാളത്തിലുള്ള വരികളും ഇവർ തന്നെ എഴുതി ഈണം നൽകിയിട്ടുള്ളതാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ കേരളത്തിന് പുറത്തുള്ള ഒരു രൂപതയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സീറോ മലബാർ സഭയുടെ ഒരു തനിമ വിളിച്ച് ഓതുന്നതായിരിക്കില്ലേ ഗാനങ്ങളൊക്കെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു കോട്ടം വരുത്താത്ത രീതിയിൽ തന്നെ മാക്സിമം അതിനോട് കൂറ് പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഗാനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പരിശീലിച്ചിരിക്കുന്നത്. നമുക്ക് സന്തോഷമുള്ള കാര്യം, കേരളത്തിൽ നിന്ന് വന്നുള്ള മക്കളാണെങ്കിലും മാത്രമല്ല കേരളത്തിലെ പല സ്ഥലങ്ങളിൽ ജനിച്ചു വളർന്നവർ മലയാളം ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും കൂടെ അവർ അതിനെ നല്ല രീതിയിൽ പരിശീലനം എടുത്തിട്ട് തന്നെയാണ് തെലുഗു പാട്ടുകളും മലയാളം കുർബാനയിലേതും മറ്റ് ഗാനങ്ങളും എടുത്ത് അവർ പരിശീലിച്ചിരിക്കുന്നത്.